ചേട്ടാ നമ്മളിപ്പം പുറത്തേക്ക് പോകുമ്പോൾ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ കെട്ടുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ, പണിക്കാർ, അന്യസംസ്ഥാനക്കാരാണ്. അവരൊക്കെ ഒന്ന് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ഒക്കെ മുസ്ലിം സമുദായക്കാരാണ്. അവർ പിന്നെ അവരുടെ ബന്ധുക്കളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. ഹോട്ടലിലേക്ക് പോയാൽ അത്തരം തൊഴിലാളികളാണ്. അങ്ങനെ സർവ്വ മേഖലയിലേക്കും തൊഴിലെടുക്കാനായി കേരളത്തിലേക്ക് വരുന്നതിൽ ഭൂരിഭാഗവും മുസ്ലിം സമുദായക്കാരാണെന്ന് തോന്നുന്നു. നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാൽ തന്നെ കാണാം. ഈ വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ ഇവർ കൂട്ടമായിട്ട് പള്ളിയിലോട്ട് പോകുന്നതും ഒക്കെ കണ്ടിട്ടുണ്ട്. മറ്റേ ഹിന്ദുക്കളൊന്നും കുറവാണ് കാണുന്നത് അല്ലേ? അതെ, മൊത്തത്തിൽ അങ്ങനെ ഒരു തോന്നലുണ്ട്. അതിന് എൻ്റെ തോന്നലാണോ നമ്മൾ കാണുന്നതാണോ? കൃത്യമാണ്. അത് യാദൃശ്ചികമായി സംഭവിക്കുന്നതല്ല, വളരെ കൃത്യമായ പ്ലാനാണ്. അതെന്താ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കൊരു ഇല്യൂമിനാറ്റി തിയറി കൊടുക്കും. സാക്കിർ നായിക്കിനെ അറിയാമല്ലോ? അതെ, ഇവിടുത്തെ വിവാദ മുസ്ലിം മതപണ്ഡിതനാണ്. അദ്ദേഹമാണ് കാഫിറുകളെ കാണുന്നിടത്ത് വെച്ച് കൊല്ലണം എന്ന് പ്രസംഗിച്ചാണ്. അതിൻ്റെ വീഡിയോ നമുക്ക് ഈ വീഡിയോയുടെ അവസാനം ആ വീഡിയോ നമ്മൾ ചേർക്കുന്നുണ്ട്. അങ്ങനെയൊന്നും സാക്കിർ നായിക്കിട്ട് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്ന ആളുകളുണ്ടാവും. അങ്ങനെ ഇവിടെ മതവിദ്വേഷത്തിനെതിരെ മതവിദ്വേഷം ഉണ്ടാക്കാൻ ശ്രമിച്ചു, കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു. ഇങ്ങനെയൊക്കെ കേസെടുത്തതിനെ തുടർന്ന് ഇന്ത്യയിൽ നിന്ന് ഓടി മലേഷ്യയിൽ കഴിയുന്ന ആളാണ് സാക്കിർ നായിക്. സാക്കിർ നായിക്കിൻ്റെ ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗം മാധ്യമങ്ങളിൽ, മലയാള മാധ്യമങ്ങളിൽ വന്നിട്ടില്ല, ദ വീക്ക് ഉൾപ്പെടെ പ്രസിദ്ധീകരിച്ചിരുന്നു. അതിൽ അദ്ദേഹം പറയുന്നത് വളരെ കൃത്യമാണ്. കേരളത്തിലേക്ക് മുസ്ലിങ്ങളെല്ലാം കേരളത്തിലേക്ക് പോകണം. അതിന് പറയുന്നത് കേരളത്തിൽ കേന്ദ്ര സർക്കാരിന് തീരെ സ്വാധീനമില്ല. മുസ്ലിങ്ങൾക്ക് നിർണായക സ്വാധീനമുള്ള, അധികാരത്തിൽ പോലും സ്വാധീനം ചെലുത്താൻ കഴിയുന്ന, ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും അധികാരത്തിൽ പോലും മുസ്ലിങ്ങൾക്ക് സ്വാധീനം ചെലുത്താൻ പറ്റുന്ന സ്ഥലം കേരളമാണ്. അതുകൊണ്ട് നിങ്ങൾ കേരളത്തിലേക്ക് പോകണം. അപ്പോൾ മതപീഡനം പലയിടത്തും നടക്കുന്നുണ്ട്. ഇന്ത്യയിൽ വലിയ മതപീഡനമാണ്, മുസ്ലിങ്ങളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മതപീഡനത്തിനെതിരെ മുസ്ലിങ്ങൾ നടത്തുന്ന ഒരു വിശുദ്ധ യുദ്ധത്തിന് ഹിജ്റ എന്ന് പറയുന്നത്. ഹിജ്റ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഹിജ്റ നടത്താൻ ഇന്ത്യയിലൊട്ടാകെ ഹിജ്റ നടത്തണം. അതിന് ഏറ്റവും പറ്റിയ സ്ഥലം കേരളമാണ്. അതുകൊണ്ട് നിങ്ങൾ കേരളത്തിലേക്ക് പോകണം എന്ന് സാക്കിർ നായിക്കിൻ്റെ ഒരു ആഹ്വാനം ഉണ്ടായിരുന്നു. ശരി, സാക്കിർ നായിക്കിനെ നോർത്ത് ഇന്ത്യയിൽ വലിയ സ്വാധീനമുള്ള, മുസ്ലിങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള ആളാണ് സാക്കിർ നായിക്ക്. സാക്കിർ നായിക്കിൻ്റെ ഈ പ്രസംഗം വന്നതിന് ശേഷം, ഈ പ്രസംഗം വന്നിട്ട് കുറച്ച് കാലമായി, പക്ഷേ ഇത് ഇന്ന് വരെ ഇതിനെക്കുറിച്ച് മലയാളത്തിൽ ഒരു മാധ്യമവും റിപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ടാണ് സിനു ഇത് ചോദിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് സാക്കിർ നായിക്കിനെ ഓർമ്മിച്ചത്. സാക്കിർ നായിക്കിൻ്റെ ഈ ആഹ്വാനം വന്നതിന് ശേഷമാണ് കേരളത്തിൽ, അതായത് മുസ്ലിങ്ങൾക്ക് പോകാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലം കേരളമാണെന്ന് അദ്ദേഹം പറഞ്ഞതിന് ശേഷമാണ് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വലിയ തോതിൽ മുസ്ലിങ്ങളുടെ ഒഴുക്ക് കേരളത്തിലേക്ക് തുടങ്ങിയത്. അവർ അതിഥി തൊഴിലാളി എന്ന് പറഞ്ഞ് സ്വീകരിക്കാൻ പിണറായി വിജയനുണ്ട്. കേരളത്തിലേക്ക് വെറുതെ പോകണം എന്നല്ല പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഹിജ്റ, മതപീഡനത്തിനുള്ള ഹിജ്റ നമ്മൾ ഇന്ത്യയിൽ നടത്തണം. BJP സർക്കാർ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, RSS BJP പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മളതിന് പൊരുതണം. ഇനി പൊരുതി നമുക്ക് ജയിക്കാൻ പറ്റുന്നില്ലെങ്കിൽ രണ്ട് ഓപ്ഷനാണ് നമുക്കുള്ളത്. ഒന്ന് പൊരുതുക എന്നുള്ളത്. ഇനി ഒരു തരത്തിലും പൊരുതാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള രാജ്യത്തേക്ക് നമ്മളെല്ലാം പോകണം. രണ്ടാമത്തെ ഓപ്ഷൻ. അത് കൊള്ളാം, വളരെ നല്ല കാര്യം, നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. സാക്കിർ നായിക്ക് പോയതുപോലെ പോട്ടെ. ഇനി പോകാൻ പറ്റാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടത്തോടെ കേരളത്തിലേക്ക് പോകൂ എന്ന് സാക്കിർ നായിക്ക് ആഹ്വാനം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കേട്ടിട്ടുണ്ടോ ഇതിനു മുമ്പ്? ഇല്ല, കേട്ടിട്ടില്ല. എന്നാൽ അങ്ങനെയുണ്ട്. ഇതിൻ്റെ ഫസ്റ്റ് കമൻ്റായിട്ട് ഇത് സംബന്ധിച്ച് ദ വീക്ക് പ്രസിദ്ധീകരിച്ച, ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിച്ച, വീക്കിൽ മാത്രമല്ല ഇംഗ്ലീഷിൽ വന്ന ഈ ഇൻ്റർവ്യൂവിൻ്റെ കോപ്പി നമുക്ക് ആഡ് ചെയ്യാം, ഒന്നാമത്തെ കമൻ്റായിട്ട് ചേർക്കാം. അതിനൊപ്പം ഈ സാക്കിർ നായിക്കിൻ്റെ പ്രസംഗത്തിൻ്റെ വീഡിയോയും ഉണ്ട്. നമ്മൾ കള്ളം പറയുകയാണ് എന്ന് ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ ആക്ഷേപിക്കാൻ വരുന്നതിന് മുമ്പ് ഒറിജിനൽ ടെക്സ്റ്റും അതിൻ്റെ വീഡിയോയും കാണാൻ വേണ്ടി നമ്മളതിടുന്നു. ആധികാരികമായും മാത്രമേ നമ്മൾ പറയൂ, കളവൊന്നും പറയാം. അപ്പോൾ കേരളത്തിലേക്ക് ഇങ്ങോട്ട് വരുന്നതിന് അതൊരു വലിയ ഡിസൈനുണ്ട്. ആ ഡിസൈൻ സാക്കിർ നായിക്കിൻ്റെതാണ്. സാക്കിർ നായിക്കിനെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞല്ലോ, അയാൾക്ക് എതിരെ നമ്മൾ ഇന്ത്യ ഗവൺമെൻറ് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അയാളെ കൊണ്ടുവരാനുള്ള ശ്രമമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ്. അപ്പോൾ ഇയാൾ പറയുന്നൊരു കാര്യം, ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ജാതിയുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ പേരിൽ വല്ലാതെ ഭിന്നിച്ച് നിൽക്കുകയാണ്. എല്ലാ മുസ്ലിം സമുദായത്തിലെ ഷിയ, സുന്നി, അഹമ്മദിയ, പിന്നെ ഇവർക്കിടയിലുള്ള ജാതികളൊക്കെ ഉണ്ടല്ലോ. നമ്മൾ ഇസ്ലാമിലെ ജാതിയെക്കുറിച്ച് നമ്മൾ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അഹമ്മദ് മാഷ് ഈ ഭേദങ്ങളെല്ലാം മറന്ന് എല്ലാ മുസ്ലിങ്ങളും ഒന്നിക്കണം, ഇന്ത്യയിലെല്ലാ മുസ്ലിം രാഷ്ട്രീയ പാർട്ടികളും ഒന്നിക്കണം, എന്നിട്ട് ഒറ്റക്കെട്ടായി നിൽക്കണം. എന്നിട്ട് അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ട്. ഇന്ത്യയിൽ 20 കോടി മുസ്ലിങ്ങളുണ്ട് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. 20 കോടിയൊന്നും അല്ല. നമ്മൾ യഥാർത്ഥത്തിൽ
30 കോടിക്കും 35 കോടിക്കും ഇടയിൽ മുസ്ലിങ്ങൾ ഇന്ത്യയിലുണ്ട്. സർക്കാരിൻ്റെ പക്കൽ ഈ കണക്കുണ്ട്. സർക്കാർ ഇത് മനഃപൂർവ്വം പുറത്തുവിടാത്തതാണ്. അതുകൊണ്ട് ഇന്ത്യയിൽ 20 കോടി മുസ്ലിങ്ങളാണ് എന്ന് നിങ്ങൾ കരുതരുത്. വലിയ ജനസംഖ്യ നമ്മളുണ്ട്. അതായത് 250-300 മില്യൺ മുസ്ലിംസ് ഇന്ത്യയിലുണ്ടെന്നാണ് സാക്കിർ നായിക്ക് പറയുന്നത്. അത് മില്യൺ അദ്ദേഹം 250-300 മില്യൺ മുസ്ലിംസ് ഇവിടെയുണ്ട്. അത് സർക്കാർ മൂടി വച്ചിരിക്കുകയാണ്. അദ്ദേഹം മറ്റൊന്നുകൂടെ അദ്ദേഹം പറയുന്നുണ്ട്, അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രാജ്യം ഇന്തോനേഷ്യ എന്നാണ് പറയപ്പെടുന്നത്. അത് കള്ളമാണ്. ഇന്തോനേഷ്യയിലല്ല, ഇന്ത്യയിലാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ളത്. അതുകൊണ്ട് നമുക്ക് 250-300 മില്യൺ എന്ന് പറയുന്ന ചെറിയ സംഖ്യയല്ല. നമ്മൾ ഒത്തൊരുമിച്ച് നിന്നാൽ നമുക്ക് ഇന്ത്യയിൽ അധികാരം പിടിച്ചെടുക്കാൻ പറ്റും. അധികാരം പിടിച്ചെടുക്കാൻ അദ്ദേഹം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു മാർഗം, നമ്മൾ 350 മില്യൺ ഇത്രയും ആളുകളും നമ്മളും ദളിതുകളും കൂടി ഒന്നിക്കണം. DY ഇക്വേഷനാണ്. ദളിത് DM ഇക്വേഷൻ. ദളിത് യാദവല്ല, ദളിത് മുസ്ലിം ഇക്വേഷൻ. നമ്മൾ എന്ത് ചെയ്യണം? ദളിതുകളെ കൂട്ടണം. അവരാരും ഹിന്ദുക്കളല്ല. അംബേദ്കർക്ക് പോലും മുസ്ലിം ആകാനായിരുന്നു താല്പര്യം. പക്ഷെ നമ്മുടെ കൂട്ടത്തിൽ അന്നുണ്ടായിരുന്ന ചില ആളുകളുടെ വിവരദോഷം കൊണ്ട് അംബേദ്കറെ നമ്മുടെ കൂട്ടത്തിൽ ചേർക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് സെക്കൻഡ് ഓപ്ഷനായിട്ടാണ് അംബേദ്കർ എന്ത് ചെയ്തത്? ദളിത് ബുദ്ധമതം സ്വീകരിച്ചത്. അതുകൊണ്ട് അംബേദ്കർക്ക് അന്ന് തെറ്റുപറ്റി. അത് നമ്മുടെ തെറ്റാണ്. ആ തെറ്റ് നമ്മൾ തിരുത്തണം. മുസ്ലിങ്ങളെ നമ്മൾ ഇതിൻ്റെ കൂടെ കൂട്ടിയാൽ നമ്മൾ ഒരു 600 മില്യണായി മാറും. അങ്ങനെ വന്നാൽ ഇന്ത്യ നമ്മുടെ രാജ്യമാകും. ഇതാണ് സക്കീർ നായിക്കിൻ്റെ ഓപ്പറേഷൻ ഇന്ത്യ പ്ലാൻ. ഈ പ്ലാനിൻ്റെ ഭാഗം ഇത് പറയുമ്പോൾ ഞാൻ വീണ്ടും പറയാം, ഇതൊക്കെ വലിയ ഇല്യൂമിനാറ്റി കഥ പോലെ തോന്നും. പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇതല്ല ഇന്ത്യയിൽ നടക്കുന്നത്. സക്കീർ നായിക്ക് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പ്രസംഗിച്ചുണ്ടാക്കിയ ഈ പ്ലോട്ട് കൃത്യമായി ഇന്ത്യ നടക്കുകയാണ്. ഇപ്പം UP ഇലക്ഷൻ നോക്കൂ, അവിടെ യാദവ്, ദളിത്, മുസ്ലിം MDക്ക് പകരം MYക്ക് പുറമെ D കൂടെ ചേർത്ത് സാക്കിർ നായിക്ക് പറഞ്ഞതുപോലെ ദളിതുകളെയും കൂട്ടി അവരൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി UP വലിയ മുന്നേറ്റം ഉണ്ടാക്കി അല്ലേ? അപ്പോൾ അവിടെ കാശിയും ഇതുമല്ല പാസിയാണ് പ്രധാനം എന്ന് പറഞ്ഞാൽ അവിടെ മുദ്രാവാക്യം ഉണ്ടാക്കിയത്. പാസി സമുദായത്തിൽപ്പെട്ട ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളാണ് മുസ്ലിങ്ങളുടെ കൂടെ പിന്തുണയോടി അയോധ്യയിൽ ജയിച്ചു ഫൈസാബാദിൽ ജയിച്ചു വന്നത്. അപ്പോൾ അവിടെ പോലും അതൊരു വളരെ പ്ലാൻഡായിട്ട് ശ്രീരാമൻ്റെ പേരിൽ ക്ഷേത്രം ഉള്ളിടത്ത് മുസ്ലിം ദളിത് ഈക്വേഷൻ ഉണ്ടാക്കി അവിടെ ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട പാസി സമുദായത്തിൽപ്പെട്ട ഒരാളെ സ്ഥാനാർത്ഥിയാക്കി ജയിപ്പിച്ചെടുത്തു. വെൽ പ്ലാൻഡ്. സക്കീർ നായിക്കിൻ്റെ പ്ലാനാണ്. നോക്കൂ, ബംഗാളിൽ നടക്കുന്ന എന്താ? മുസ്ലിം രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് കോൺഗ്രസ് മുന്നണി ഉണ്ടാകുന്നു. കോൺഗ്രസ് ഒരു മുസ്ലിം പാർട്ടിയാണ് അല്ലേ? മുസ്ലിം അനുഭാവം പരസ്യമായി നഗ്നമായി പ്രകടിപ്പിക്കാൻ നിരന്തരം പ്രവർത്തിക്കുന്ന പാർട്ടിയായ കോൺഗ്രസുമായി സഖ്യത്തിലാണ്. TMC അവിടെ ബംഗാളിലല്ലെങ്കിലും ദേശീയ തലത്തിൽ വരുമ്പോൾ സഖ്യത്തിലാണ്. അപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും തമിഴ്നാട്ടിൽ നോക്കൂ, DMKയുടെ കൂടെ ആരുണ്ട്? ലീഗുണ്ട്. ADMKയുടെ കൂടെയായിരുന്നു SDPI. അപ്പോൾ മുസ്ലിം രാഷ്ട്രീയ പാർട്ടികൾ ചേരാവുന്നവരൊക്കെ ആയിട്ട് സഖ്യമുണ്ടാക്കണം എന്നുള്ള പദ്ധതി നടപ്പാക്കുന്നതും സക്കീർ നായിക്കിൻ്റെ പ്രൊജക്റ്റാണ്. അതായത് അധികാരത്തിലേക്ക് എത്താനായിരിക്കും. അധികാരം പിടിക്കാനുള്ള അങ്ങനെ 60 മില്യൺ ഇപ്പോൾ എന്നുള്ള നമ്പറിലേക്ക് മുസ്ലിങ്ങളും ദളിതുകളും ചേർന്നെത്തിയാൽ അത് ഇന്ത്യയുടെ ഭരണം പിടിക്കാം. അതുതന്നെയാണ് പോപ്പുലർ ഫ്രണ്ടും പറഞ്ഞിരുന്നത്. ജമാഅത്ത് ഇസ്ലാമിയും പറയുന്നതാണ് ദളിതുകൾ ഹിന്ദുക്കളല്ല, അവരെ കൂട്ടുന്നത്. അപ്പോൾ 2047 ഇന്ത്യയുടെ ഭരണം പിടിക്കാൻ പദ്ധതി യഥാർത്ഥത്തിലുണ്ടാക്കിയത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അല്ല, സാക്കിർ നായിക്കാണ്. അല്ലെങ്കിൽ രണ്ടുപേരുടെയും പരിപാടി ഒന്നാണ്. അതാണ് വിദഗ്ധമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ 2 തിയറിയും നിങ്ങൾക്ക് പ്രായോഗികമായി നമ്മൾ കണ്ടു കഴിഞ്ഞു. എവിടെ? ഉത്തരേന്ത്യൻ ഇലക്ഷനിൽ MDY ഇക്വേഷൻ കണ്ടു. ഈ സക്കീർ നായിക്കിൻ്റെ ഐഡിയ ആണ്. ഇനി അത് നിങ്ങൾക്ക് ബോധ്യമാകുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ചുറ്റുവട്ടത്തേക്ക് നോക്കണം. എന്തുകൊണ്ടാണ് ആസാമിൽ നിന്ന് ബംഗാളിൽ നിന്ന് കൂട്ടത്തോടെ ആളുകൾ ഈ 2 സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നത്? നിങ്ങൾ UPയിൽ നിന്നോ ഗുജറാത്തിൽ നിന്നോ വരുന്ന അതിഥി തൊഴിലാളികളെ കാണുന്നുണ്ടോ? വളരെ കുറവാണ്. അപ്പം ഏറ്റവും കൂടുതൽ മുസ്ലിം നുഴഞ്ഞുകയറ്റക്കാരുള്ള ബംഗാളിൽ നിന്നും ആസാമിൽ നിന്നുമാണ് വരുന്നതെല്ലാം മുസ്ലിംസാണ്. പണ്ടുവരെ നമ്മൾ ബംഗാളിൽ പറയുന്നത്. ബംഗാളിൽ നിന്ന് മഹാഭൂരിപക്ഷം ആളുകളും ബംഗ്ലാദേശികളാണ്. റോഹിംഗ്യൻസ് പോലും നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അവരൊക്കെ വന്നുകൊണ്ടിരിക്കുക. ആ കൂട്ടത്തിൽ നിങ്ങൾ ഹിന്ദുക്കളെ കാണാത്തത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഇന്ത്യയിൽ നിന്ന് കൂട്ടത്തോടെ വന്ന് താമസിക്കേണ്ട സ്ഥലം കേരളമാണെന്ന് സക്കീർ നായിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്.
സാക്കിർ നായിക്കിൻ്റെ അജണ്ട മാസ്റ്റർ പ്ലാനാണ് കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ അതിന് ചൂട്ടുപിടിച്ചു കൊടുക്കുന്നത് പിണറായി വിജയൻ്റെ സർക്കാരാണ്. ഈ വരുന്നവർക്ക് ആധാർ കാർഡും റേഷൻ കാർഡും കൂടെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർ കേരളത്തിലെ വോട്ടർമാരായി മാറും. അതാണ് വേണ്ടത്. 5 അല്ലെങ്കിൽ 10 വർഷമൊന്നും വേണ്ട. കേരളം അടുത്ത കാശ്മീരോ ബംഗാളോ ആണ്. കേരളത്തിലെ പോപ്പുലേഷൻ വലിയ തോതിൽ മാറുകയാണ്. നോക്കൂ, നമുക്ക് പരിചയമില്ലാത്ത പ്രദേശങ്ങളിലൊക്കെ, മുസ്ലിം ജനസാമാന്യം ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ നോർത്ത് ഇന്ത്യൻസും അല്ലാതെ വരുന്നുണ്ട്. അവരവിടെ വീട് വാടക എടുക്കുന്നു, അവിടെ താമസിക്കുന്നു, പതുക്കെ വോട്ടർ ഐ ഡി ഉണ്ടാക്കുന്നു, ആധാർ ഉണ്ടാക്കുന്നു, സർക്കാർ അവർക്ക് റേഷൻ കാർഡ് കൊടുക്കുന്നു, അവരിവിടുത്തെ വോട്ടർമാരായി മാറുകയാണ്. പിണറായി വിജയൻ കരുതുന്നത് ഇവർ റോഹിംഗ്യൻസ് ആയിരിക്കും, ബംഗ്ലാദേശികളായിരിക്കും, എവിടുന്ന് വന്നവരും ആട്ടെ, പൗരത്വം പോലും ഇല്ലാത്ത ഈ ആളുകളെ വോട്ടർ പട്ടികയിൽ റേഷൻ കാർഡും കൊടുത്ത് റേഷനും കൊടുത്ത് കൂടെ നിർത്തിയാൽ ഇവരാദ്യമൊക്കെ അരിവാൾ ചുറ്റി കുത്തും. പിന്നെ അവർ നിങ്ങളുടെ നെഞ്ചത്ത് കുത്തുമെന്ന് പിണറായി വിജയൻ മനസ്സിലാക്കുന്നില്ല. ബംഗാളിൽ എന്താണോ സംഭവിച്ചത്, ഇങ്ങനെയാണ് ജ്യോതി ബാസുവിൻ്റെ കാലത്ത് ബംഗാളിൽ ബംഗ്ലാദേശികൾക്ക് ഈ അടിസ്ഥാന രേഖകൾ ഉണ്ടാക്കി കൊടുത്ത് അവരെ വോട്ടർമാരാക്കി മാറ്റി, ഒരു വലിയ വോട്ട് ബാങ്ക് ഉണ്ടാക്കി, ഇന്ത്യക്കാരല്ലാത്തവരുടെ വോട്ട് ബാങ്ക് ഉണ്ടാക്കി. CPM 10-30 വർഷം ഭരിച്ചു. അവസാനം അവർ CPM-നെ അതേപടി തള്ളിക്കളഞ്ഞിട്ട് മമതയുടെ കൂടെ പോയി. ആ ജനങ്ങളിപ്പോൾ അവിടെ നിന്ന് കേരളത്തിലേക്ക് ഒഴുകുകയാണ്. മമത അവിടെ ഭരിച്ചാലും CPM ഭരിച്ചാലും അവിടെ പട്ടിണിയാണ്. അപ്പോൾ പിന്നെ കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്തേക്ക് ഉയർന്ന കൂലി കിട്ടുന്ന ഒരു സംസ്ഥാനം അല്ലേ? അവിടെയൊക്കെ ദിവസം 200 രൂപയൊക്കെ കിട്ടുമ്പോൾ ഇവിടെ 1000 രൂപയാണ് കൂലി. അപ്പോൾ അതുകൊണ്ട് 5 ഇരട്ടിയാണ് കൂലി കിട്ടുന്നത്. അതുകൊണ്ട് ഈ ജ്യോതി ബാസുവിൻ്റെ, പിണറായി വിജയൻ്റെ സഹയാത്രികനായിരുന്ന ജ്യോതി ബാസു ബംഗാളിൽ ഉണ്ടാക്കിക്കൊടുത്ത അനധികൃത ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാർ അവിടുത്തെ വോട്ടർ ഐ ഡിയും ആധാറുമായി ജ്യോതി ബാസുവിനെയും CPM-നെയും ഒറ്റയും മമതയുടെ കൂടെ നിന്നവർ ഇപ്പോൾ കേരളത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ അവരെ ഏറ്റെടുക്കുകയാണ്. അവർ സാക്കിർ നായിക്കിൻ്റെ പരിപാടിയായിട്ടാണ് വരുന്നത്. ബംഗാളിൽ സംബന്ധിച്ച് കേരളത്തിൽ സംഭവിക്കാൻ പോവാണ്. നമ്മൾ കേരളത്തിലെ ഹിന്ദുക്കളുടെ ഭാവി 10 വർഷത്തിനപ്പുറം വെറും വട്ടപൂജ്യവും ഇരുണ്ടതുമായിരിക്കും. ഇതിനെ തടയാനുള്ള ഒരു നടപടിയുമില്ല. ആരും ഒന്നും ചെയ്യുന്നില്ല. സാക്കിർ നായിക്ക് മലേഷ്യയിലിരുന്നാലും അദ്ദേഹത്തിൻ്റെ ആശയം ഇന്ത്യയിൽ വളരെ ഫലപ്രദമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതീവ ഭീകരമായൊരവസ്ഥയിലേക്കാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. जहां भी आप काफिरों को पाओ वहां उनका कत्ल करो. और जब आप कुरान मजीद खोलेंगे और देखेंगे सूरह तौबा सूरा नंबर 9 आयत नंबर 5, उसमें बराबर यही लिखा है कि जहां भी आप काफिरों को पाओ वहां उनका कत्ल. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.